കണ്ണൂര് പയ്യന്നൂര് മാത്തൽ സ്വദേശി PK രാമചന്ദ്രനെ കുറച്ചു ദിവസം മുമ്പ് ഒന്ന് ഡൽഹി വരെ പോയി. അപ്പൊ അവിടെ കണ്ട പലരും അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി തൊട്ടുനോക്കി, കൈപിടിച്ചു, കുറെ സംസാരിച്ചു, കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. ഡൽഹി ഒരു ഉദാഹരണം മാത്രമാണ്. രാമചന്ദ്രനെ എവിടെ പോയാലും ഇതൊക്കെയാണ് സംഭവിക്കുക. സാധാരണക്കാരനായ രാമചന്ദ്രന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടെന്നറിയാം. പരിചയപ്പെടാം രാമചന്ദ്രനെ, ആ പ്രത്യേകതയും അറിയാം. मेरे प्यारे देशवासियों, नमस्कार. ഒരാളെപ്പോലെ 7 പേരുണ്ടെന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ അതിന് ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ല. പൊതുവെ എല്ലാവരും അങ്ങനെ പറയാറുണ്ട് എന്ന് മാത്രം. നമ്മുടെ കൂടെ ഉള്ളത് മോദിയോട് രൂപസാദൃശ്യമുള്ള PK രാമചന്ദ്രൻ എന്ന വ്യക്തിയാണ്. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ് അദ്ദേഹം. ഡൽഹി പോയപ്പോൾ ആളുകളെല്ലാവരും മോദിയാണെന്ന് തെറ്റിദ്ധരിച്ചോ? അത് കാണുന്നവര് പൊതുവെ എല്ലാ കാലവും അതുപോലെ ആൾക്കാർ കൂടുമായിരുന്നു, ഫോട്ടോ എടുക്കണം, സെൽഫി എടുക്കണം എന്നൊക്കെ അവർ പറയും. അപ്പോൾ ഇത്തവണ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. മോദിയായിട്ട് എടുക്കാൻ പറ്റിയല്ല, അപ്പോൾ മോദിയുടെ ഡ്യൂപ്പായിട്ട് എടുക്കാന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ പിന്നെ എല്ലാവരുമായിട്ട് എടുത്തു. നമ്മൾ ഈ മോദിയുടെ രൂപമുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് പൊതുസമൂഹത്തിലൊക്കെ ഇറങ്ങി? ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇങ്ങനെയല്ല. പക്ഷെ അത് വളരെ എൻജോയബിൾ, കാരണം അവർ തരുന്ന സ്നേഹ ബഹുമാനങ്ങൾ വളരെ കൂടുതലാണ്, നമുക്ക് ഇമാജിൻ ചെയ്യാത്തതാണ്. അപ്പോൾ അവർ മോദിയോട് എന്തുമാത്രം ഇഷ്ടം കാണിക്കുന്നു എന്നുള്ളതാണ്. എത്ര കാലം തൊട്ട് ഇങ്ങനെ ഒരു തന്നിലൊരു മോദിയുടെ രൂപം ഉണ്ടെന്ന് എങ്ങനെയാ മനസ്സിലായത്? അത് നമ്മുടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആയിരുന്ന സമയം മുതൽ ആൾക്കാരൊക്കെ പറയുന്നു, കുട്ടികളൊക്കെ പറയും, അവർക്ക് അറിയാവില്ല. അപ്പം മോദി അങ്കിൾ എന്ന് പറയാറ്. പിന്നെ മോദി പ്രധാനമന്ത്രി വേൾഡ് ലീഡറായി. അപ്പോൾ അതിന് അനുസരിച്ച് എനിക്കും പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു, പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എത്ര ദൂരത്തിലാണെങ്കിലും ആൾ പറയും മോദിക്ക് പോകുന്നുള്ളൂ. ഇതിനിടയ്ക്ക് സിനിമയിലൊക്കെ അഭിനയിച്ചു തോന്നുന്നു. ഈ മോദിയായിട്ട് വേഷം ഇട്ടതാണോ? അത് ഞാൻ അപ്പോൾ 2018 അത് റിലീസ് ചെയ്ത് ആ പടം. അപ്പോൾ 2016 ഞാൻ വൈറലായത് മോദിയുടെ ഡ്യൂപ്പ് എന്ന നിലയിൽ. അപ്പം പ്രധാനമന്ത്രിയുടെ ഒരു റോളായിരുന്നു അതിനകത്ത്. അത് 811 സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഫിലിമിന്റെ പേര് തന്നെ. തന്നിലൊരു മോദി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ രാഷ്ട്രീയ അനുഭാവമോ അല്ലെങ്കിൽ മോദി ആരാധകനാണോ? ഞാൻ സ്വയം ഒരു മോദി ഫാനാണ്. ഒരു മെറിറ്റും ഇല്ലാത്ത എനിക്ക് കിട്ടിയിരിക്കുന്നത് മോദിയോട് രൂപസാദൃശ്യമുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ബഹുമാനം കിട്ടുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് പബ്ലിക് കാണിക്കുന്ന ആ ബഹുമാനത്തിന് തുല്യമായിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ പുറത്തു പോകുമ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കും. കാണണമെന്ന് ആഗ്രഹമുണ്ട്, മോദിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടോ? എനിക്കൊന്ന് ഒറിജിനൽ മോദിയുമായിട്ട് നിന്നുകൊണ്ടൊരു ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്ന് നമുക്ക് ഉണ്ട്, അവസരം കിട്ടുകയാണെങ്കിൽ. അപ്പോൾ പയ്യന്നൂരിലെ മോദിയുടെ ആഗ്രഹം യഥാർത്ഥ മോദിയുടെ കൂടെ ഒരു ചിത്രം എടുക്കുക, സംസാരിക്കുക, വിശേഷം സന്തോഷം പങ്കുവെക്കുക എന്നുള്ളതാണ്. പയ്യന്നൂരിൽ നിന്ന് പയ്യന്നൂർ മോദിയോടൊപ്പം നിയാസ് റഹ്മാൻ, മനോരമ ന്യൂസ്. എന്തായാലും പയ്യന്നൂർ മോദിയുടെ ആഗ്രഹമൊക്കെ സഫലമാകട്ടെ. ഒറ്റ കാഴ്ചയിൽ മാത്രമല്ല, ആ നിൽപ്പിലും നടപ്പിലും മറ്റു മാനറിസങ്ങളും ഒക്കെ ഏറെക്കുറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ തന്നെ ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും